വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ലോകം മുഴുവൻ ചർച്ചാ വിഷയം ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ആ ചർച്ച തന്നെയാണ്. യഥാർത്ഥത്തിൽ സെലൻസ്കിക്ക് യാതൊരുവിധ വിലയും ഡൊണാൾഡ് ട്രംപ് കൊടുത്തില്ല എന്നുള്ളതിന്റെ ഒരു സഹതാപം യൂറോപ്പിൽ പൂർണ്ണമായിട്ട് അലയടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സെലൻസ്കിയെ ട്രംപ് ആട്ടി ഓടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഭക്ഷണവും വെള്ളവും പോലും സെലൻസ്കിക്ക് അവിടെ കൊടുത്തില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു ആതിഥേയ മര്യാദയും കാണിക്കാതെ വളരെ ഹാർഡായിട്ടാണ് ട്രംപ് സെലൻസ്കിയോട് പെരുമാറിയത് എന്നുള്ള പല മാധ്യമ റിപ്പോർട്ടുകളാണ് യൂറോപ്പ് ഇപ്പോൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ പോയിന്റ്സ് ഒക്കെ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു. പക്ഷേ അങ്ങനെ പോയിന്റ്സ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിന്റെ പാപഭാരത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും എന്നാണ് യൂറോപ്പ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ അമേരിക്കയാണ്. നാറ്റോയിൽ നിങ്ങളെ അംഗമാക്കാമെന്ന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ ഉറപ്പ് കൊടുത്തതിന്റെ പേരിലാണ് യുക്രൈൻ യുദ്ധത്തിനായി ചാടിപ്പുറപ്പെട്ടതും പൊട്ടിപ്പുറപ്പെട്ടതും. ട്രംപ് തിരിച്ചു ചോദിക്കുന്നത് അങ്ങനെ ഒരു ഭ്രാന്തൻ അമേരിക്കയിൽ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ യുദ്ധത്തിന് ചാടി പുറപ്പെടൂ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. പക്ഷെ ട്രംപിന് അതെങ്ങനെ ചോദിക്കാൻ സാധിക്കും? അമേരിക്കയുടെ നിലപാട് എടുത്തത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. ഇപ്പോൾ ട്രംപാണ് പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് ട്രംപിന് എങ്ങനെ ചോദിക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് യൂറോപ്പ് ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ട്രംപ് പറഞ്ഞത് $350 മില്യൺ ഞങ്ങൾ നിങ്ങൾക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ നിങ്ങൾക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഈ യുദ്ധം 2 ആഴ്ചയിൽ തീരുമായിരുന്നു. ഇപ്പോഴും യുദ്ധം നിലനിൽക്കുന്നത്, ഈ 3-4 വർഷമായിട്ടും ഈ യുദ്ധം നിലനിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നത് കൊണ്ടാണ്, ഇനി അത് പ്രതീക്ഷിക്കട്ട എന്ന് ട്രംപ് വളരെ കാർക്കശ്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ സെലൻസ്കിയും അതിന് അനുസരിച്ച് ഉരുളക്കുപ്പേരി പോലെ തിരിച്ചടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ലോക നേതാക്കൾക്കും ഇങ്ങനൊരു ഗതി വരരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഉള്ളത്. കാരണം സെലൻസ്കി അവിടെ ട്രംപ് നാണം കെടുത്തി എന്നാണ് മാധ്യമങ്ങൾ, എന്തുകൊണ്ട് ട്രംപ് അനുകൂല മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ യൂറോപ്പും യുക്രൈനും അടക്കം സെലൻസ്കി ഒരു ഡാർലിംഗ് ആയിട്ട് പാടി പോഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചർച്ചകൾ നേരെ രാഹുൽ ഗാന്ധിയുടെ മണ്ടയ്ക്കോട്ടാണ് പോകുന്നത്. കാരണം സെലൻസ്കിയെ കാണാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു കട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയാണ് സെലൻസ്കി പെരുമാറുന്നത്. പിന്നെ നരേന്ദ്രമോദിയെ ട്രംപ് സ്വീകരിക്കുന്ന വിധം, ആനയിക്കുന്ന വിധം എല്ലാം കാണിച്ചിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദിയെ മാത്രമാണ് ട്രംപ് വളരെ ഗംഭീരമായി സ്വീകരിച്ചത്. പോളണ്ടിന്റെ പ്രസിഡന്റ് വന്നപ്പോൾ പോളണ്ടിന്റെ പ്രസിഡന്റ് 90 മിനിറ്റ് ആണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത് ട്രംപിനെ കാണാനായിട്ട്. ഇമാനുവൽ മാക്രോൺ വന്നപ്പോൾ ട്രംപ് കസേര അടുത്തിട്ട് കൊടുത്തിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. നരേന്ദ്രമോദി വന്നപ്പോഴാണ് ട്രംപ് കസേര വലിച്ചിട്ട് ഇരുത്തി നരേന്ദ്രമോദിയുടെ അടുത്ത് നിൽക്കുന്ന കാഴ്ച കണ്ടത്. അപ്പൊ അതൊക്കെ ചർച്ചാ വിഷയങ്ങളാവുന്നുണ്ട്. ട്രംപ് പറയുന്നത് നിങ്ങൾ 3-ാം ലോക മഹായുദ്ധം വെച്ച് കളിക്കുകയാണ്, അത് വെച്ച് കളിക്കാനായിട്ട് സാധിക്കരുത് എന്ന് പറയുന്നു. എന്തായാലും ഇതൊരു 3-ാം ലോക മഹായുദ്ധത്തിലോട്ടാണോ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത് കഴിഞ്ഞ് നേരെ ബ്രിട്ടനിലോട്ടാണ് ഇയാൾ പോയിരിക്കുന്നത്. സെലൻസ്കി ബ്രിട്ടനിലോട്ട് പോയി കഴിഞ്ഞ് സെലൻസ്കിക്ക് അവിടെ നിന്നും 20,000 കോടി രൂപയുടെ വായ്പ ബ്രിട്ടൻ അനുവദിച്ചിട്ടുണ്ട്. സകല സഹായവും ഞങ്ങൾ ചെയ്തു തരുമെന്ന് ബ്രിട്ടൻ പറയുന്നുണ്ട്. പക്ഷെ നാറ്റോയുടെ തലവൻ പറയുന്നത് ട്രംപുമായിട്ട് ഉടക്കരുത്, ട്രംപുമായിട്ട് സമരസപ്പെട്ട് പോകണം എന്നാണ്. എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ? അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യമാണ്. വലിയ വൻ ശക്തിയുമാണ് അമേരിക്ക. പക്ഷെ ഈ പഴയതുപോലെ ഒരു പദവി കൂടെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ പദവിയില്ല. ലോക പോലീസ് എന്നൊരു പദവി അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുകയും അവർ പറയുന്നിടത്ത് ലോകം നിൽക്കുകയും ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ആ കാലം നശിച്ചുപോയി. ആ കാലം ഇല്ലാതായി. ഏറ്റവും ഒടുവിൽ നാം അമേരിക്കയെ മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ കൂടെയുള്ള യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ പോലും അമേരിക്കയെ വലിയ വില കൊടുക്കാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അമേരിക്ക മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നാറ്റോ സഖ്യം, 32 രാജ്യങ്ങളാണ് ഈ നാറ്റോ സഖ്യം, ചെറുതും വലുതുമായിട്ടുള്ളത്. അവര് പോലും ഈ അമേരിക്കയ്ക്ക് വലിയ പവർ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യം പറയുകയും വേണ്ട. പഴയതുപോലെ അമേരിക്കയ്ക്ക് വലിയ പവർ ഒന്നും ഈ ലോകരാജ്യങ്ങളുടെ മുകളിൽ എടുക്കാനുമില്ല. ഇന്ത്യയുടെ മുകളിൽ അവർ എപ്പോഴൊക്കെ വലിയ പവർ എടുത്തിട്ടുണ്ടോ അതിന് നമ്മളൊരു വിലയും നൽകിയിട്ടുമില്ല. വാജ്പേയിയുടെ കാലത്ത് ഉപരോധം പോലും നമ്മളെ വലിയ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം നിർത്തിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നത്. അമേരിക്ക ഒന്നാമതാക്കുക, അമേരിക്ക ഒന്നാമതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ആദ്യം അദ്ദേഹം ലക്ഷ്യം വെച്ചത് നാറ്റോ രാജ്യങ്ങളെ തന്നെയാണ്. തന്റെ കൂടെ നിൽക്കുന്നവരുടെ ഇടയിലാണല്ലോ ആദ്യം തനിക്കൊരു മേൽക്കൈ ഉണ്ടാകുന്നത്. അവരിലൊരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കുക, അതിനുശേഷം പതുക്കെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്നുള്ള ഒരു നയമായി. അതുമാത്രവുമല്ല, ഒരു ധാർഷ്ട്യത്തിന്റെ രീതിയിലാണ്. ഒരു ഭരണാധികാരിക്ക് വേണ്ട ഒന്ന് നയതന്ത്ര ചാതുര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സംസാര രീതിയും നയതന്ത്ര മിടുക്കനും ആകേണ്ടതാണ്. പക്ഷെ ഇവിടെ തന്റെ അടിമ കണക്ക് നടക്കുന്ന, അല്ലെങ്കിൽ തന്റെ സാമന്തന്മാരായ നാട്ടുരാജ്യങ്ങളായിട്ടാണ് അമേരിക്ക എപ്പോഴും ഈ നാറ്റോ സഖ്യത്തിനെ കണ്ടിരുന്നത്. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. കാരണം നാറ്റോ സഖ്യത്തിന് നൽകുന്ന ഫണ്ടിന്റെ പകുതി അമേരിക്ക നൽകുന്നത്. ഈ നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു സഖ്യമല്ല, ഒരു സൈനിക സഖ്യമാണ്. ഈ നാറ്റോ രാജ്യങ്ങൾ ആരെങ്കിലും ആക്രമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇവർ ഈ പോകുന്ന സൈനിക സഹായത്തിന്റെ 22% നൽകുന്നത് അമേരിക്കയാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് പകുതി, അതായത് നാറ്റോ സഖ്യത്തിന് പകുതി ഫണ്ട് ചെയ്യുന്നതും ആയുധങ്ങൾ കൊടുക്കുന്നതും മുന്നിട്ടിറങ്ങുന്നതും ഒക്കെ അമേരിക്ക നാറ്റോ സഖ്യത്തിന് പോയി കഴിഞ്ഞാൽ നാറ്റോ സഖ്യം ഒന്നുമല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.
അപ്പോ ഈ നാറ്റോ സഖ്യത്തിലെ പല രാജ്യങ്ങളും ബ്രിട്ടൻ ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും വലിയ അത്ര വലിയ സുഖമല്ല, ട്രംപുമായിട്ട് വലിയ സുഖത്തിലുള്ള പോകുന്ന രാജ്യങ്ങളൊന്നും അല്ല. ഈവൻ കാനഡ പോലും ട്രംപിനെ എതിർത്ത് പറയാനായിട്ട് മുൻപോട്ട് വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം. അപ്പൊ ഈ സാഹചര്യത്തിൽ അവരെ ഒന്ന് വരുത്തുക എന്നുള്ള ലക്ഷ്യം, തങ്ങൾ തന്നെയാണ്, താനാണ് ഇവിടുത്തെ ലീഡർ എന്ന് മനസ്സിലാക്കുക. കാരണം കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ഒരു ചർച്ചയും അങ്ങനെയാണ്. സാധാരണ ഒരു ഭരണാധികാരി വരുമ്പോൾ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് അത്തരം ചർച്ചകൾ നടക്കാറുള്ളത്. സാധാരണഗതിയിൽ ഈ രണ്ട് ഭരണാധികാരികൾ തമ്മിൽ കൂടിക്കാഴ്ച നടന്നിട്ട് സംയുക്ത പത്രസമ്മേളനം നടക്കുന്ന ഒരു ഔപചാരികമായ ചടങ്ങ് മാത്രമാണ്. അതിനു മുമ്പ് നയതന്ത്ര തലങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ അനവധി വട്ടം ചർച്ച നടത്തി ഒരു ഫൈനലൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെലൻസ്കിയെ നേരിട്ട് വിളിക്കുന്നടാ, നീ വാ നമുക്ക് ഇരിക്കാവുന്നു എന്ന് പറയുന്നു. ഇദ്ദേഹം വരുന്നു. വരുമ്പോൾ തന്നെ അവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹം വരുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് സൂട്ട് ധരിക്കാത്ത? ലോകത്തിന്റെ വലിയ ഭരണാധികാരിയെ കാണാൻ വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സൂട്ട് ധരിക്കേണ്ടതെന്ന് ചോദിക്കും. അതിനും സെലൻസ്കി നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. യുദ്ധം തീർന്നതിന് ശേഷം താൻ ധരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ഭരണാധികാരില് അങ്ങനല്ല അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷെ ആ വലിയ ഭരണാധികാരിയെക്കാളും മുന്തിയ ഇനം സൂട്ട് ഞാൻ ചിലപ്പോൾ ധരിച്ചെന്നിരിക്കും യുദ്ധം തീരത്തെ എന്നാണ് പറയുന്നത്. അങ്ങനെ അവഹേളിക്കുന്നു. ഇദ്ദേഹം ഈ മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ JD അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, അവിടുത്തെ വൈസ് പ്രസിഡന്റ് കൂടെ നിൽക്കുന്നുണ്ട്, അദ്ദേഹം ചിരിക്കുന്നുണ്ട്, കളിയാക്കി. അപ്പോ അപമാനിതനാക്കി തന്നെയാണ് കൊണ്ടുവരുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അവിടെയാണ്, അതായത് നേരിട്ട് ഡയലോഗ്സിലേക്ക് പോവുകയാണ്. അതായത് ട്രംപിന് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ട്രംപ് ഡയറക്റ്റ് ഒരു ഡീല് നടത്തുന്നത് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് കാര്യം നടക്കും, അദ്ദേഹത്തിന്റെ ലക്ഷ്യം മുഴുവൻ ഈ 50% വരുന്ന ഈ ഉക്രൈന്റെ പ്രകൃതി വിഭവങ്ങളാണ് അമേരിക്കയ്ക്ക് വേണ്ടി. അതിന്റെ ഒരു കരാർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ട്രംപ്. അതിൽ ഈ സെലൻസ്കി ഒപ്പിടണം, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും റഷ്യയുമായിട്ട് ഈ അമേരിക്ക വലിയ സ്നേഹത്തിൽ പോവുകയാണ്, ലോകം നിയന്ത്രിക്കാൻ റഷ്യ അമേരിക്കയും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണെന്ന്. ഒന്നുമല്ല. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാറ്റോ സഖ്യത്തിൽപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അവർ റഷ്യയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾക്ക് പ്രകൃതിവാതക വലിയ അളവ് കൊടുക്കുന്ന റഷ്യയാണ്. ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ജർമ്മനിക്കും UK-ക്കും ഒക്കെ ഇതിന്റെ അളവിൽ വലിയ രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം അവരുടെ രാജ്യത്തിന് മുൻപോട്ട് പോകാൻ റഷ്യയുടെ ഈ ഇന്ധനം അവർക്ക് വലിയ അളവിൽ, പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഇന്ധനം അവർക്ക് വലിയ അളവിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ. അവരാരും ഈ യുദ്ധത്തിനോട് വലിയ താല്പര്യമുള്ള ആളുകളൊന്നും തന്നെയല്ല. അപ്പൊ ഈ നാറ്റോ സഖ്യത്തിൽ ഒന്ന് വരട്ടെ, കണ്ടില്ലേ ഞങ്ങളുടെ കൂടെയുള്ള ഒരുത്തരെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു, എല്ലാവരുടെയും ഗതി ഇതാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ സെലൻസ്കി ഗോൾ അടിച്ചു. ഇന്ത്യയെ സംബന്ധിച്ച് സെലൻസ്കി അമേരിക്ക ഒന്നും നമ്മുടെ ഒരു വിഷയമേ അല്ല. കാരണം അവസരം കിട്ടിയപ്പോഴൊക്കെ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഉക്രൈൻ, പ്രത്യേകിച്ച് സെലൻസ്കി. അത് പല വിഷയങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് എതിരെ വന്ന പല വിഷയങ്ങൾക്കും അവർക്ക് എതിരാളികൾക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ്. അമേരിക്ക നമുക്ക് അങ്ങനെ ശാശ്വതമായി വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പക്ഷത്ത് എപ്പോഴും റഷ്യ തന്നെയാണ്. നമ്മളത് എപ്പോഴും അത് വളരെ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ അപമാനിതനാകുന്നു. പക്ഷെ അവിടെ അപമാനിതനാക്കാൻ വിളിച്ചുകൊണ്ട് വന്ന ആൾ ഹീറോ ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം. അതായത് സെലൻസ്കിയെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിച്ച് അവിടെ വെച്ച് ഒപ്പിടിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് പോയി? ഇപ്പൊ ധനുഷ് നേരെ സൂചിപ്പിച്ച കണക്ക് അമേരിക്ക അല്ലേ യുദ്ധത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ ശരിയാണ്. കാരണം ഈ ശരിക്കും പറഞ്ഞ ഉക്രൈൻ റഷ്യ കോൺഫ്ലിക്ട് തുടങ്ങുന്നത് 1991 അവിടെ മുതലാണ്. കാരണം 91 ആയപ്പോഴേക്ക് നമ്മുടെ USSR പല ഡിവിഷനായിട്ട് മാറി. ചെച്ചനിയ പോയി, ബോസ്നിയ പോയി, ഉസ്ബെക്കിസ്ഥാൻ പോയി, താജിക്കിസ്ഥാൻ പോയി, ഉക്രൈൻ പോയി. അങ്ങനെ ഇവര് പല ഘട്ടങ്ങളായിട്ട് മാറി. അപ്പോഴും അവിടെ ഈ ക്രീമിയ എന്ന് പറയുന്ന ഒരു സൈനിക താവളം റഷ്യക്കുണ്ടായിരുന്നു. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര മേഖല കൂടിയായിരുന്നു. ഈ ക്രീമിയ മാത്രം അപ്പോഴും സ്വയംഭരണാധികാരമാണ്. ക്രീമിയയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അവർക്കൊരു രാജ്യമായിട്ടാണ് അവരെ കാണുന്നത്. ഏറ്റവും കൂടുതൽ റഷ്യൻ വംശജരുള്ള ഒരു സ്ഥലം കൂടിയാണ്. ബാക്കിയുള്ളതേ ഉള്ളൂ ഈ ഉക്രൈൻ വംശജരായിട്ടുള്ള ആളുകളുമൊക്കെ. അപ്പം അവരങ്ങനെയാണ് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 91 ആയപ്പോഴേക്കും ഇത് കഴിഞ്ഞു. അതിനുശേഷം ഉക്രൈൻ ഇവരെ അവരുടെ കൂടെ, ആ ഉക്രൈന്റെ കൂടെ ഈ ക്രീമിയെ ചേർക്കുന്നു. അപ്പോൾ ഉക്രൈൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്രീമിയക്ക് സ്വയംഭരണാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി അവരുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കും. സ്വാഭാവികമായും ഫലത്തിൽ എന്താണ്, ഉക്രൈന്റെ ഭാഗമായിട്ട് ഈ ക്രീമിയ മാറുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഈ ഉക്രൈനിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, വലിയ സംഘർഷം തുടങ്ങുന്നു. ഉക്രൈനിൽ തന്നെ പ്രശ്നങ്ങളാണ്. ഈ ക്രീമിയയിൽ തന്നെ ഉക്രൈനെതിരെ വലിയ പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടക്കും. ഞങ്ങൾ റഷ്യയെ പോകും, അതായത് എന്നൊക്കെ പറയുന്നു. അപ്പൊ റഷ്യ ഇതിൽ ഇടപെട്ട് തുടങ്ങുന്നു പതുക്കെ. അങ്ങനെ 2008 ആയപ്പോഴത്തേക്കും റഷ്യ ഒരു പുതിയ നമ്പർ ഇറക്കി. അതായത് ഈ എല്ലാവർക്കും, അതായത് ഈ ക്രീമിയയിലുള്ള എല്ലാവർക്കും ക്രീമിയൻ ജനതയ്ക്ക് പാസ്പോർട്ട് കൊടുത്തു, റഷ്യൻ പാസ്പോർട്ട് കൊടുത്തു. എന്നിട്ട് റഷ്യ ഒരു പുതിയ നിലപാട് പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ പൗരന്മാർ ലോകത്ത് എവിടെയാണെങ്കിലും അവർക്കൊരു ദുരിതം വന്നാൽ ഞങ്ങൾ അതിർത്തി കടന്നു ആക്രമിക്കുന്നു.
അതായത് ഈ പാസ്പോർട്ട് ഇരിക്കുമ്പോഴാരായി അവര് റഷ്യൻ പൗരന്മാരായി അല്ലേ? ഉം. അപ്പം അവര് ഈ ക്രീമിയയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ദുരിതം വന്നാൽ ആരെ ഇടപെടേണ്ടി വരും? സ്വാഭാവികമായിട്ട് റഷ്യ ഇടപെടേണ്ടി വരും. ആ ഒരു ബുദ്ധിയാണ് അവരവിടെ ചെയ്തത്. ഏതാണ്ട് ഈ രീതിയിലുള്ള അതാണ് അവർ ചെയ്തൊരു വലിയ ബുദ്ധി. അപ്പൊ സ്വാഭാവികമായി ടെക്നിക്കലി ആയിട്ട് റഷ്യയുടെ പൗരന്മാരായി മാറി ആരെ? ക്രിമിയൻ പൗരന്മാരെല്ലാം റഷ്യയുടെ പൗരന്മാരായിട്ട് മാറുകയും ചെയ്തു. പിന്നെ 2014 ആയപ്പോഴേക്കും റഷ്യ പ്രഖ്യാപിച്ചു ഇത് ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഇവരുടെ ബേസിക് ആയിട്ടുള്ള വഴക്കിന്റെ കാരണം. അതവിടെ നിൽക്കുകയാണ്. അത് വലിയ പ്രശ്നം. അത് പോകുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെടിയും പോകുകയും ബഹളവും ഒക്കെ ആയിട്ട് അതങ്ങനെ നിൽക്കുന്നത് പോകുന്നു. അതിനുശേഷം ആണ് ഈ പിന്നെ നാറ്റോയിൽ ചേരാൻ ഒരു ആഗ്രഹം സെലൻസി പ്രകടിപ്പിക്കുന്നത്. അതിന്റെ കാരണം വെച്ചാൽ ഈ റഷ്യയുടെ ഒരു ആക്രമണത്തിൽ തടയുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നാറ്റോയിൽ ചേരാൻ പോകുന്നത്. ഇത് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇതിനോട് വലിയ താല്പര്യമില്ല ഉക്രൈൻ വന്നിട്ട് നാറ്റോയിൽ ചേരുന്നു. പക്ഷെ അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട്. അത് കൂടാതെ ഈ നാറ്റോയിലുള്ള മറ്റു രാജ്യങ്ങളെ ഒറ്റക്കെട്ടായിട്ട് നിർത്തുന്നതിനും ഉക്രൈനിൽ ഒരു വാർ നടക്കേണ്ട അനിവാര്യമാണ്. കാരണം ഈ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കാതിരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് കൂടുതൽ അടുക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മളിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കുക, നമ്മളെ അകറ്റുക, അതാണ് തന്ത്രം. അങ്ങനെ റഷ്യയുമായിട്ട് അടുക്കാനായിട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളുടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ധന പ്രകൃതിവാതകമായിട്ടായാലും ക്രൂഡോയിലായിട്ട്. അപ്പൊ അതിന് തടയിടുക. അതിന് തടയിടണമെങ്കിൽ അലമുണ്ടാക്കി, ശത്രുത ഉണ്ടാക്കി. അതിന് ഏറ്റവും നല്ല മാർഗമായിരുന്നു ഉക്രൈൻ. അങ്ങനെ ഉക്രൈനെ ജാട്ടയെ കയറ്റി അവരെ കൊണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നാറ്റോ എത്തണമല്ലോ ഇവരെ രക്ഷിക്കാൻ ഉക്രൈനെ. അപ്പൊ നാറ്റോയുടെ ശത്രു ആരായി മാറി? റഷ്യയായി മാറി. റഷ്യയുടെ ശത്രു ആരായി മാറി? നാറ്റോ ആയി മാറി. ഒരിടയ്ക്ക് പുടിൻ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത മിസൈൽ ബ്രിട്ടനിൽ കയറി അടിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മിസൈൽ ഇവിടെ വിട്ടാൽ മതി, അവിടെ നിന്റെ തലസ്ഥാനം തകർന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ശത്രുത വളർന്നു. ഒരു വലിയ കുഴപ്പമില്ലാതെ ഇവരെല്ലാം അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോയിക്കൊണ്ടിരുന്നതാ. അപ്പൊ ഇതാണ് അവിടെ വന്ന് അലമ്പാക്കി കഴിഞ്ഞിട്ട് ഈ അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇവരുടെ ഭൂസ്വത്ത് മൊത്തം ഇവരുടെ യുക്രൈനിലുള്ള കമ്പനികൾ ഭൂരിപക്ഷം അമേരിക്കൻ കമ്പനികൾ തന്നെയാണ്. ഇതിനെ സ്വന്തമാക്കുക എന്നത് കവിഞ്ഞ് അമേരിക്കയ്ക്ക് യാതൊരു താല്പര്യവും ഇതിനകത്തില്ല. ഇപ്പൊ ഇവരെ നാറ്റോയിൽ എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് ഗുണമൊന്നുമില്ല. കാരണം അമേരിക്കയ്ക്ക് ഗുണം ഓൾറെഡി അവിടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഈ ധാതു സമ്പത്തായാലും ഖനനം, മൈനിങ് ആയാലും ഒക്കെ ഈ കമ്പനികൾ തന്നെയാണ് ചെയ്യുന്നത്. അത് ഓൾറെഡി അവർക്കുള്ളതാണ്. അപ്പോ ഈ ഇവരെ നാറ്റോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നമുണ്ട്. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അത് നാറ്റോയിലുള്ളതാണ്. റഷ്യ പിന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോളണ്ടിനെയും നാറ്റോയിലാണല്ലോ അടി രണ്ടുപേർക്കും കിട്ടും. രണ്ടുപേരും റഷ്യ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് പോളണ്ടിനകത്ത് പണ്ടോട്ടെ താല്പര്യം പ്രകടിപ്പിക്കാത്തത്. കാരണം ഈ അളിയന്മാർ വന്ന അവന്മാർക്ക് തലവേദനയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിങ്ങനെ മുൻപോട്ട് കുറച്ചു നാളായിട്ട് പോകുന്നു. പോയി കഴിയുമ്പോഴത്തേനും ട്രംപ് വരുന്നു. ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ട്രംപ് ഒരു ഡീല് വെക്കുന്നു. ഈ എന്തിനാണ് ഈ റഷ്യയുമായിട്ട് ടൈപ്പ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ ലക്ഷ്യവും ഈ പ്രകൃതിവാതകവും ക്രൂഡോയിലും ഒക്കെ തന്നെയാണ്. ട്രേഡിങ് സുഖമായിട്ട് പോകണമെന്നൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ. അത് പുട്ടിനും നന്നായിട്ട് അറിയാം. അല്ല പുട്ടിനൊന്നും ആ കണ്ണടച്ചങ്ങനെ ആരെയും വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിയും ഒന്നുമല്ല. അപ്പൊ ഒരു റഷ്യയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു യുദ്ധം ഒരു ബ്രേക്ക് വേണ്ടത് അവർക്കും അനിവാര്യമാണ്. കാരണം അവരുടെയും ഈ ഉപരോധങ്ങളും കാര്യങ്ങളും മൂലം അവരുടെയും ട്രേഡിങ് സുഗമമായിട്ട് പോകുന്നില്ല. ഇപ്പൊ ഇന്ത്യയും ചൈനയും മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യം. ബാക്കിയുള്ളവരൊക്കെ ഈ അമേരിക്ക പേടിച്ചിട്ടും മറ്റുമൊക്കെ ഒന്നും വാങ്ങാതിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അവർക്കും ഒരു കണക്കിന് നല്ലതാണ്. ട്രംപിനെ സംബന്ധിച്ച് ഡബിൾ ലാഭമാണ്. ഒന്ന് ഉക്രൈന്റെ പകുതി കൂടുതൽ സ്വത്തുക്കൾ കയ്യിലിരിക്കും. രണ്ടാമത്തെ എന്നും കൊന്നും തങ്ങളുടെ അടിമരാജ്യമായിട്ട് ഉക്രൈൻ നിൽക്കുകയും ചെയ്യും. റഷ്യയായിട്ട് ടൈപ്പ്. കാരണം ഇത് കഴിഞ്ഞപ്പോ ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന കേട്ടു റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അമേരിക്കൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോലും ഇതിന്റെ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു ട്രംപ്. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു. അതാണ് ഇപ്പൊ കുളമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഇനി നാറ്റോ സഖ്യത്തിന്റെ ഭാവി എന്തെന്ന് വെച്ചാൽ നാറ്റോ സഖ്യം ഒരിക്കലും അമേരിക്കയെ വിട്ടുപോകില്ല. അതിനിടയ്ക്ക് ട്രംപ് പറയുകയും ചെയ്തു വേണ്ടി വന്നാൽ ഞാൻ നാറ്റോ സഖ്യം വിടുമെന്നും പറഞ്ഞു. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് യൂറോപ്യൻ ഈ യൂണിയൻ എല്ലാം കൂടെ ചേർത്ത് എടുത്തിരിക്കുന്ന ഈ നാറ്റോ സഖ്യം പൊളിഞ്ഞടുങ്ങും. ഇപ്പുറത്തൊരു മറുചേരി രൂപം കൊള്ളുന്നുണ്ട് ബ്രിക്സ് എന്ന പേരിൽ. ഈ മറുചേരി നാൾക്കുന്ന ശക്തി പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തൊക്കെ കൂടുതൽ രാജ്യങ്ങൾ വരികയാണ്. 9 രാജ്യമായിട്ട് തുടങ്ങി. ഇപ്പൊ ഈജിപ്റ്റ്, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും മറ്റുമൊക്കെ അറബ് കൺട്രീസും കൂടെ അതിനകത്തോട്ട് ചേരാനായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രിക്സ് ഒരു സൈഡിലേക്ക് വളരുന്നു, നാറ്റോ സഖ്യം ഒരു സൈഡിലേക്ക് തളരുന്നു. ആദ്യം ഒന്ന് തകർന്നതാണ് ഇവര്. അതിനുശേഷമാണ് ഇതിനെയൊക്കെ പൊക്കി ഉയർത്തിക്കൊണ്ടുവന്ന് അമേരിക്ക ഇങ്ങനെ നാറ്റോ ആക്കി വെള്ളിയേറ്റം കളച്ചുകൊണ്ടിരുന്നത്. ഇതാണ് ഇപ്പോൾ അവിടെ പൊതുവിൽ നടന്ന ഒരു കാര്യം. ഇനി ഇപ്പൊ ട്രംപ് പറയുന്നത് ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യത നിലവിൽ നമ്മൾ കാണുന്നതേ ഇല്ല. കാരണം ഇതിപ്പോൾ ഈ ചിലപ്പോൾ റഷ്യ അതിമാരകമായ ആക്രമണം ചിലപ്പോൾ നടത്തും. കാരണം അമേരിക്ക ഇപ്പൊ നമ്മൾ ഏറ്റവും അവസാനം കണ്ട വാർത്ത അമേരിക്ക അവരുടെ സഹായങ്ങളൊക്കെ നിർത്തുക, ഉക്രൈൻ കൊടുക്കുന്ന സഹായങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉക്രൈൻ ഇത്ര നാൾ പിടിച്ചിരുന്നതിന് അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ടുതന്നെ. അതൊക്കെ ട്രംപ് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
നിങ്ങൾക്ക് ഞങ്ങളാണ് 35,000 കോടി രൂപ തന്നത്, നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നത് ഞങ്ങളാണ്, ഞങ്ങളില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ടാക്കി കൊണ്ട മണ്ണിടിയിൽ പോയേനെ എന്നൊക്കെ പുള്ളി പറയുന്നതിലും ന്യായമുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും റഷ്യ കയറി നല്ല രീതിയിൽ അടി കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് തീരാനൊന്നും ഇല്ല, ഏതാണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കയറി ഡെയിലി ബോംബിങ്ങും ഡ്രോണിങ്ങും ഒക്കെ വന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതായിരിക്കും ഇത് സംഭവിക്കുന്നത്. അതിന് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇതിനിടയ്ക്ക് നിർണായകമായ ചില രാജ്യങ്ങൾ, അതിലൊന്ന് ചൈനയും ഇന്ത്യയാണ്. ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ നിലപാട് ലോകത്തിന് വ്യക്തമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ എന്ത് വന്നാലും റഷ്യയോടൊപ്പം നിൽക്കൂ എന്നുള്ള കാര്യം ട്രംപിനും അറിയാം, ലോകത്തിനും അറിയാം. ഉം. കാരണം റഷ്യയുടെ നരേന്ദ്രമോദി തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, ഏത് പ്രതിസന്ധി ഉം. ഘട്ടത്തിലും ഇന്ത്യയോടൊപ്പം നിന്ന് ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് റഷ്യയാണ്. അതെ അതെ. അതായത് അമേരിക്ക പോലും നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോട് നിന്നിട്ടില്ല. ഈ ട്രംപ് വരുന്നത് കണ്ടിട്ട് നമ്മളിവിടെ കിടന്ന് തുള്ളിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം അമേരിക്ക ഒരിക്കലും നമുക്ക് നമ്പാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. അവൻ അവന്റെ കാര്യം അതെ. നോക്കുക. പിന്നെ ഇപ്പോഴെന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധനുഷ് നേരത്തെ ചോദിച്ചില്ല, നരേന്ദ്രമോദി ചെല്ലുമ്പോൾ ഭയങ്കര സ്വീകരണമാണല്ലോ ട്രംപ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, സ്വീകരിച്ചിരുത്തിയേ പറ്റൂ. കാരണം ഒരു വലിയ വിപണിയാണ്. ഇവിടത്തേക്ക് സാധനങ്ങൾ ഇറക്കി അമേരിക്കക്ക് വിൽക്കണമെങ്കിൽ, അത് മാത്രമല്ല കിഴക്കൻ ഏഷ്യയിൽ വലിയ കവാടമാണ് ഇന്ത്യ. ഇപ്പൊ ചൈനയുമായിട്ട് ട്രംപോ ഇല്ല അമേരിക്ക ഒന്നും ഒരു കാലത്തും ചേർന്ന് പോകത്തില്ല. ചൈന അമേരിക്ക എങ്ങനെ വെട്ടാന്ന് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഇവിടെ ഒരു ഉറച്ച പങ്കാളി അമേരിക്കക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മളുമായിട്ട് അവര് വലിയതായിട്ട് അടുക്കുന്നത്. അല്ലാതെ ഇപ്പോ നമ്മളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അതിൽ കാര്യമില്ല. അത് തന്നെയല്ല, നരേന്ദ്രമോദി ഓക്കെ. ട്രംപിനെ പേടിച്ചാണ് ജീവിക്കുന്നത് ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. അതിലൊന്നും യാതൊരു കഴമ്പില്ലാത്ത ഒരു കാര്യമാണ്. കാരണം കേവലം 4 വർഷത്തേക്ക് കയറിയിരിക്കുന്ന ഒരു ട്രംപിനെ ഭയന്നിട്ട് എങ്ങനെ മുമ്പോട്ട് പോകും? ഇതിനേക്കാൾ വലിയ മല്ലന്മാരായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം. അപ്പൊ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ട്രേഡിംഗ് ആയിട്ട് പോകുന്നു. ഇതിനകത്തൊരു പരിണത ഫലം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഇന്ത്യ റഷ്യ ഒക്കെ ചേർന്നുകൊണ്ടുള്ള ബ്രിക്സ് കുറച്ചുകൂടെ ശക്തമാകുകയും ഇവിടെ ഉള്ള ഒരു സഖ്യം രൂപപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ അപ്രമാദിത്യം തകർന്ന് തരിപ്പണമാകും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത്, അമേരിക്ക എന്ന രാജ്യം ഒറ്റപ്പെട്ടു പോവുകയായിരിക്കും. അവിടെയും ഇവിടെയും ഇല്ലാതെ അവരുടെ ഒരു ഉം. അപ്രമാദിത്വത്തിന് അതൊരു അന്ത്യം കുറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഈ ഒരു സംഭവത്തെ ശ്രദ്ധിക്കേണ്ടത്. ഏതായാലും മൂന്നാം ലോക മഹായുദ്ധത്തിന് യാതൊരു സ്കോപ്പും നിലവിൽ കാണുന്നില്ല. കാരണം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സഖ്യം അയയുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ചൈന തൈവാനെ ആക്രമിക്കും. അപ്പോഴും ട്രംപിന്റെ നിലപാട് എന്താണ്? തായ്വാനെ അതെ അതെ. സംരക്ഷിക്കും? ഇല്ല, ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഗ്യാപ്പിൽ ഇന്ത്യ കയറി പിയൊക്കെ പിടിച്ചെടുത്താലും അത്ഭുതപ്പെടാനൊന്നും കാണില്ല. ബലൂചിസ്ഥാൻ പുതിയ രാജ്യമായി കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ ഈ പറയുന്ന ഇന്ത്യ, ചൈന പോലുള്ള അല്ലെങ്കിൽ റഷ്യ പോലുള്ള വൻകിട രാജ്യങ്ങൾ അവരുടെ എക്കാലത്തും സ്വപ്നം പൂവണിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങും. അതായത് ഇപ്പോഴുള്ള ഈ ട്രംപിന്റെ നിലപാട് കൊണ്ട് അതായത് ഇപ്പൊ ട്രംപിന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഈ ലോക പോലീസ് എന്നുള്ള ആ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു സംഭവം മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഉം. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ഇഷ്യൂസ് ആയിട്ട് മാറാനുള്ള യാതൊരു കാര്യവുമില്ല. കാരണം നിലവില് സെലൻസ്കിയെ പിന്തുണച്ച് വന്നിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആയാലും ഉം. ഓസ്ട്രേലിയ ആയാലും ഒക്കെ, ഇവരെല്ലാം ട്രംപിന്റെ ശത്രുക്കൾ തന്നെ. അപ്പം തന്റെ ശത്രുവിനിട്ട് സെലൻസ്കി അത്ര ഒരു പണി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ആ കൊള്ളാടാ നന്നായിട്ടുണ്ട് എന്ന് ഓക്കെ. പറഞ്ഞുകൊണ്ട് ഈ എത്തിയിരിക്കുന്ന പിന്തുണ കൊടുത്തിരിക്കുന്ന എല്ലാ ശത്രുക്കൾ തന്നെയാണ്. അപ്പൊ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരാനൊന്നും സാധ്യതയില്ല. ഒരുപക്ഷെ പുതിയൊരു ഫോർമുലയിലേക്ക് നീങ്ങാം. ഇതിനകത്ത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത. ഇവര് ഈ സെലൻസ്കി പുടിനുമായിട്ട് സംസാരിക്കാൻ തയ്യാറായതാ. അതിന്റെ ഇടയ്ക്കാണ് ഇവന്മാർ ഈ കോല് വെച്ച് ഈ പാവത്തിനെ ഇറക്കി യുദ്ധത്തിലേക്ക് വിട്ടത്. ഇപ്പൊ ഒരു ഗതിയും പരഗതിയില്ലാതെ നിൽക്കുകയാണ്. സത്യമാണ്, ഈ പെരുവഴി നിൽക്കുക പുള്ളി, എന്ത് ചെയ്യണമെന്ന് പിടുത്തമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഒരു സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണ്. അതായത് സ്വന്തം സഖ്യത്തിൽ ഇരിക്കുന്നവർ പോലും ട്രംപിനെ അംഗീകരിക്കുന്നില്ല, ഇനി ഗതികേട് കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഒട്ടും ഗതികേടില്ലാത്തത് അമേരിക്കയുടെ ഒരു സഹായവും വേണ്ടാത്ത ഇന്ത്യയെ പോലെ ഒരു രാജ്യം പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണോ അത്? അതൊരു വലിയ കാര്യമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു നമ്മുടെ F-35. അത് ഇറക്കിയപ്പോഴത്തേന് എന്താണ് അമേരിക്ക പറഞ്ഞത്? ഞങ്ങൾ ഇത് ഒരു രാജ്യത്തിന് ഒഴിച്ച് ബാക്കി ഒരു രാജ്യത്തിനും കൊടുക്കില്ലെന്ന്. അത് ഈ കൊടുക്കാൻ പോകുന്ന രാജ്യം ഏതാണെന്ന് അറിയാം, ഇസ്രയേലിന് കൊടുക്കും, വേറെ ആർക്കും കൊടുക്കില്ലെന്ന് ഉം. പറഞ്ഞു. കാരണം ഉം. ഇന്ത്യ ഇപ്പൊ ഈ വിമാനങ്ങൾ, ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വാങ്ങുന്നത് നമ്മൾ അതിന്റെ സാങ്കേതിക മായ കാര്യങ്ങൾ കൂടി മേടിച്ചിട്ടാണ് മേടിക്കുന്നത്. അതിന്റെ ഫോർമുലകളും കാര്യങ്ങളും കൂടെ വാങ്ങിച്ചിട്ടാണ് മേടിക്കുന്നത്. അതായത് നമുക്ക് 3 ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മളൊരു വിമാനം വാങ്ങുന്നത്. ഒന്ന്, നമ്മൾ ആ ഉം. വിമാനം വാങ്ങുന്നു. 2, അതിന്റെ സാങ്കേതിക ടെക്നിക്കൽ കാര്യങ്ങൾ വാങ്ങുന്നു. 3, നമ്മുടെ രാജ്യത്ത് തന്നെ സംയുക്തമായി നിർമ്മിക്കാൻ ഒരു ഉം. രീതിയിലേക്കാണ് നമ്മൾ കരാർ ഒപ്പിടുന്നത്. 4മത്തത് ആദ്യം മേക്കിംഗ് ഇന്ത്യയും പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയുമായിട്ടാണ് നമ്മൾ അത് ഉം. കൺവെർട്ട് ഉം. ചെയ്യുന്നത്. ഈ ഉം. മെത്തേഡിലാണ്. നമ്മൾ അതുകൊണ്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും റഷ്യയുടെ 5ാം തലമുറ വിമാനം ഉം. U-57 ഇത് എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞ് റഷ്യ തരുന്നു. വേണമെങ്കിൽ ഞങ്ങൾ അവിടെ കമ്പനി കൊണ്ട് ഇട്ട് തരാമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ട്രംപ് പറയുന്നത് ഇന്ത്യക്ക് വിൽക്കാൻ വേണ്ടി ബാംഗ്ലൂർ എയറോ ഷോയിൽ ഇതെല്ലാം കൂടെ വരികയും ചെയ്യും.
ഇതാണ് ഇതിന്റെ മൊത്തത്തിലൊരു കാര്യം. ഇപ്പൊ ട്രംപിന്റെ ഒരു ഇമേജിന് ഏറ്റ ഒരു തിരിച്ചടി എന്നേ ഉള്ളൂ, അല്ലാതെ അമേരിക്കയ്ക്കുള്ള ഒരു തിരിച്ചടി ആയിട്ടൊന്നും ഇത് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം അമേരിക്ക ലോകത്തെ സാധിക്കില്ല. സമ്പന്നമായ ഒരു രാജ്യം തന്നെയാണ്. അവരുടെ പൈസ കൊണ്ട് തന്നെയാണ് ഈ നാറ്റോ രാജ്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ. ഇമേജിന് കോട്ടം തട്ടി, അതായത് പുള്ളിക്ക് ഒരു പട്ടി വിലയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ സെലൻസ്കി കഴിഞ്ഞു എന്നുള്ളതും ട്രംപ് വിരുദ്ധർക്ക് ആഘോഷിക്കാൻ ഒരു സാധനവുമായി മാറി എന്നുള്ളതാണ്. ഇല്ലെങ്കിലും ട്രംപിന്റെ ഈ പോക്ക് കാണുമ്പോൾ ഒരു ഭരണാധികാരികൾക്ക് യോജിച്ചൊരു പോക്കേ അല്ല. പുള്ളി ഒരു പക്ക ഒരു കൊട്ടേഷൻ തലവനായിട്ട് തന്നെയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഉടനീളം. ഇത് ഇപ്പോഴല്ല, ഒന്നാം ട്രംപിന്റെ കാലത്തും അതായത് കോട്ടും സൂട്ടും ഇട്ട ഒന്നാം നമ്പർ ഒരു കൊട്ടേഷൻ താരം എന്ന് പറയേണ്ടി വരും. പുള്ളി ഇതൊക്കെ ഊരിക്കളഞ്ഞാൽ ഒന്നാം നമ്പർ തെരുവ് കൊണ്ടേ പോലത്തെ ഒരു സാധനമാണ്. അതേപോലത്തെ ഒരു പ്രവർത്തനമാണ് പുള്ളിയുടേത്. അതാണ് അതിന്റെ പ്രശ്നം. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.